Pomone Dinesha, Pomone Dinesha. People asked, where are the documents? Where are the accounts? ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെയാണ് എന്ന് നിരന്തരമായി കൊണ്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. And Congress answered, കോൺഗ്രസ് അതിനൊക്കെ തന്നെ ഉത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, they gave Shankaradi's answer, Kairega, Kairega. In telling Nuna, there is a competition between Congress and BJP. ആരാണ് ഏറ്റവും നല്ല നുണയൻ എന്നുള്ള മത്സരത്തിലാണ് ബിജെപിയും കോൺഗ്രസും. Chakkiku Ota Chankaran. I'm so happy to be here, and especially to see so many of my dearest sisters here in this Sabha. I congratulate all of you. Thank you so much for coming. ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം സ്ത്രീകളെ ഇവിടെ കാണുന്ന സമയത്തുള്ള സ്നേഹം, സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. We know how hard women work in a patriarchal society. എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പെട്രിയാർക്കലായിട്ടുള്ള ആൺ മേധാവിത്വമുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. All the work, whether in the house, outside, helping the children, educating the children, looking after the sick, looking after the husband or the father or the brother, and then earning money for the family. And after that, and with all that, doing the wonderful political work you are doing for the LDF. It is an inspiration for all of us. നമുക്കറിയാം, വീടിനകത്തും പുറത്തുമുള്ള എല്ലാ ജോലികളും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് കുട്ടികളെ നോക്കുവാനും നമ്മുടെ ഭർത്താക്കന്മാരെ നോക്കുവാനും മറ്റു പണികളെല്ലാം തന്നെ വീടിനകത്ത് ചെയ്തുകൊണ്ട് അതിനുശേഷം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കൂടെ സമയം കണ്ടെത്തുന്ന LDFന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. I hope my brothers won't mind my saying that the strength of the LDF in the women's love for the LDF. എൻ്റെ ഇവിടെയുള്ള പുരുഷ സഹോദരങ്ങൾ, ഞാനിത് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ LDFന്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ സ്ത്രീ കരുത്താണ്. And the spine of the LDF, Nattale. LDF ne Nattale, Srigal, Sri Shakti. And we are now facing elections on the 9th of April. നമുക്കറിയാം, ഈ ഏപ്രിൽ മാസം നമ്മൾ ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. And at the time of elections, many people come and say many things. ഇലക്ഷന്റെ സമയത്ത് പല ആളുകളും വന്ന് പല കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ട്. That is okay. അതൊക്കെ തന്നെ ശരിയാണ്. Every party, every front has their own against the worker. എല്ലാ പാർട്ടികൾക്കും എല്ലാ കൂട്ടായ്മയ്ക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. But at least the minimum we require. നമുക്ക് ഏറ്റവും അത്യാവശ്യമായി കൊണ്ട് ആവശ്യമുള്ളത് is to tell the truth. സത്യം പറയുക എന്നുള്ളതാണ്. Speak satyam, not mithyam. സത്യം പറയുക, നുണ പറയുകയല്ല. Nuna. Speak satyam, not nuna. We believe in action. നമ്മൾ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വാക്കല പ്രവർത്തിയന LDFന്റെ ശക്തി. വാക്കല്ല, പ്രവൃത്തിയാണ് LDFന്റെ ശക്തി. And what is the ശക്തി? എന്താണ് നമ്മൾ ഈ പറയുന്ന ശക്തി? The work we have done for the last 10 years. ഈ 10 വർഷക്കാലമായി കൊണ്ട് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശക്തി. You heard the BJP, they promoted a film, Kerala Story. Kerala Story 1, Kerala Story 2. നമുക്കറിയാം, ഇവിടെ BJP ഒരു സിനിമയെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 1-ാം ഭാഗം 2-ാം ഭാഗം എന്നുള്ള രീതിയിലേക്ക് ഒരു സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. It was full of lies. അത് മുഴുവൻ നുണ മാത്രമാണ്. That is why it was a flop. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു കരകയറാതിരുന്നതും എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. Candidate has come. Yeah. Let us welcome him. Let us welcome the candidate.
Wonderful. Our brother team, Mohammed Samir. Yes. With women's support, you are winning this election, Samir. Come. Would you like to speak? Yeah, you can finish first. No, I will take some time. No, don't worry. I will sit here. You can. Yeah, sure. I'm sure. I told Samir, you speak first, you have got so much work, but now he wants to be here to give you respect. Thank you. So I was saying, the lies about that Kerala story made the film a number one flop in Kerala. ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള നുണകൾ തന്നെയാണ് ഈ സിനിമ ആ രീതിയിലേക്ക് ആളുകളുടെ ഇടയിൽ ഏറ്റെടുക്കാതിരിക്കാനുള്ള കാരണം. Because 10 years of LDF work is the real Kerala story. കാരണം ഈ 10 വർഷക്കാലമായിക്കൊണ്ട് LDF ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിന്റെ യഥാർത്ഥ കേരള സ്റ്റോറി. The real Kerala story is that in the whole of India, in education, Kerala is number one. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കകത്ത് തന്നെ വലിയ മാതൃകയായിക്കൊണ്ട് ഒന്നാമതായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗം കേരളത്തിനകത്താണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the whole country, in the field of health, Kerala is number one. ഈ ഇന്ത്യക്കകത്താകെ തന്നെ ആരോഗ്യരംഗത്ത് കേരളമാണ് ഒന്നാമത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the social security pensions, Kerala is number one. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പെൻഷനകത്തടക്കം കേരളമാണ് ആദ്യം എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In food security, Kerala is number one. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് കേരളമാണ് ഒന്നാമതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the level of minimum wages, Kerala is number one. അടിസ്ഥാന ശമ്പളം എന്നുള്ള രംഗത്ത് നോക്കുന്ന സമയത്തും കേരളമാണ് ഒന്നാമത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the ratio of houses being built for the homeless, the number of homeless in Kerala in the last years under the Life Mission, 5 lakh homes have been already built for the homeless of Kerala. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷത്തോളം വീടുകൾ ഈ നാടിനകത്ത് വീടില്ലാത്ത ആളുകൾക്ക് വെച്ച് നൽകിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In helping startups, Kerala is number one. സഹായിക്കുന്ന പുതിയ സെറ്റപ്പുകൾ ഈ പറഞ്ഞ കമ്പനികൾ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടിനകത്ത് നടപ്പിലാക്കിയതായി കാണാൻ വേണ്ടി സാധിക്കും. The best model of self-help groups is Kudambashri. Kerala is number one. അടിസ്ഥാന രംഗത്തെ മികവുറ്റതാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ സംവിധാനം നമ്മുടെ നാടിനകത്ത് നടപ്പിലാക്കിയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the emoluments of Asha workers, Anganwadi workers, midday meal scheme, Kerala has fought for the rights of these workers. We believe the work they do is invaluable for the country. നമുക്കറിയാം ആശാ വർക്കർമാരുടെ രംഗത്ത് അതുപോലെ തന്നെ അംഗനവാടികളായിക്കോട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിൽ നൽകുന്ന ഭക്ഷണം ഈ രംഗങ്ങളിലൊക്കെ തന്നെ ഈ സാധാരണക്കാർക്ക് അത് നൽകേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. We have raised the issue they should be employees. എല്ലാവരും ജോലി നൽകണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഗവൺമെന്റിനെ കാണാൻ വേണ്ടി സാധിക്കും. But central government has refused. പക്ഷേ ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് അതിനെ തിരുത്തുന്നതായി അല്ലെങ്കിൽ അതിനെ സമ്മതിക്കാത്തതായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. But despite that, in the emoluments, in the level of emoluments which the Asha workers, Anganwadi workers, midday meal scheme workers are getting, Kerala is number one. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കൊക്കെ എതിരായിക്കൊണ്ട് കേരളത്തിനകത്ത് ആശാ വർക്കർമാരെയും മറ്റ് ഈ പറഞ്ഞ പോലെ അംഗനവാടി അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. My dear sisters and brothers, India is faced with the dark force of BJP RSS dividing the people in the name of religion and spreading communalism across the country. നമുക്കറിയാം ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ RSSഉം BJPയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. Along with that, with the Manuvadi thinking, they are rejuvenating
the caste system in India. നമുക്കറിയാം ഈ നാടിനകത്ത് ജാതി സമ്പ്രദായത്തെ മുന്നോട്ട് പിടിച്ചുകൊണ്ട് മനുവാദമടക്കമുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. Kerala has been the cradle of social reform. നമുക്കറിയാം ഈ നാട് എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ സാമൂഹികമായിട്ടുള്ള വലിയ മാതൃക തീർക്കുന്ന നാടാണ്. Every community has developed great reformers. നമുക്കറിയാം പല വിഭാഗങ്ങളിലും എല്ലാ ജാതി ഇതിൽ നിന്നുമുള്ള ആളുകളിലൊക്കെ തന്നെ വലിയ രീതിയിലേക്ക് രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള മറ്റു പ്രമുഖർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. And we are proud to say that it is the LDF which has taken forward the great goals of the Renaissance. നമുക്കറിയാം ഇതിന്റെ ഇത്തരത്തിലേക്കുള്ള വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇടതുപക്ഷമാണ് ഇവരുടെയൊക്കെ ഇത്തരത്തിലേക്കുള്ള വലിയ മാറ്റത്തിന്റെ പുതുമയുടെ കാഴ്ചപ്പാടുകൾ ഈ നാടിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. In other states of India there are hate-filled laws. മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. In the name of love jihad, in the name of land jihad. ലവ് ജിഹാദ്, അതുപോലെ തന്നെ ലാൻഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പേരിട്ടുകൊണ്ട് പല രീതിയിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. The livelihood of minority communities is being affected. ഈ ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെയാണ് അത് വലിയ രീതിയിലേക്ക് മാറ്റിമറിക്കുന്നത്. All across India there is communal incidents and violence also. ഇന്ത്യക്കകത്ത് ആകെ തന്നെ വലിയ രീതിയിലേക്കുള്ള വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. In the last 10 years, if there is one state in India where there has not been a single incident of communal violence, of communal hate, not one incident, it is because of the LDF and its commitment to secular values, its commitment to the protection of constitutional guarantees to minority communities, to Dalits, to Adivasis, to the poorer sections of all communities. നമുക്കറിയാം 10 വർഷത്തിനകത്ത് ഈ കേരളത്തിനകത്ത് മാത്രമാണ് ഇത്തരത്തിലേക്കുള്ള വർഗീയ കലാപങ്ങൾ, ഒരു വർഗീയ കലാപം പോലും അത്തരത്തിലേക്ക് പറയപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ നാടിനകത്തെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വിഷയങ്ങളും വർഗീയമായിട്ടുള്ള ഒരു വിഷയം ഈ നാടിനകത്ത് ഇടതുപക്ഷ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. It is something to be proud about. നമ്മൾ അതിനെക്കുറിച്ച് വലിയ അഭിമാനത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. You are number one in so many spheres. പല ഭാഗങ്ങളിലും പല വിഷയങ്ങൾക്കകത്തും നമ്മൾ ഒന്നാമതാണ്. You oasis of communal harmony, where the rest of India is being divided by the RSS. സാഹോദര്യത്തിന്റെ മരുപ്പച്ച തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. It is something to be proud about. ഏറ്റവും വലിയ അഭിമാനത്തിൽ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. To say I am a Keralite. ഞാനൊരു കേരളീയനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ വേണ്ടി സാധിക്കും. To say I belong to Kerala. ഞാൻ ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ വേണ്ടി സാധിക്കും. To say I belong to a state. ഞാൻ ഈ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് where the government stands at every corner, every gate. ഓരോ മുക്കിലും മൂലയിലും പരിശോധിച്ചുകൊണ്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി. To stop the bulldozer against the constitution of ഈ നാടിന്റെ ഡെമോക്രസിയെ, ജനാധിപത്യത്തെ തച്ചു തകർക്കുന്ന ബുൾഡോസറുകളെ ഇല്ലാതാക്കുന്ന ഗവൺമെന്റുകൾ ഈ നാടിനകത്ത് ഇടതുപക്ഷം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. This bulldozer is bulldozing the rights of the poor, the working people. സാധാരണക്കാരുടെ അവകാശങ്ങളെയാണ് ഈ ബുൾഡോസറുകൾ ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. This bulldozer is bringing fear into so many communities. നമുക്കറിയാം പല വിഭാഗങ്ങളെയും പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ ബുൾഡോസർ സംവിധാനം നമ്മുടെ നാടിനകത്ത് നടപ്പിലായി വരുന്നത്. No community is safe. ഒരു കമ്മ്യൂണിറ്റിയും ഒരു വിഭാഗവും ഇവിടെ സുരക്ഷിതരല്ല. When they brought the Waqf board bill amendment, വഖഫ് ബോർഡിന്റെ ബിൽ അമെൻഡ്മെന്റ് നമ്മൾ ഈ അടുത്ത് കാണുകയുണ്ടായി. to take over the institutions of the minority Muslim community. നാടിനകത്തെ ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലേക്ക് വഖഫ് ബോർഡിന്റെ നയങ്ങളെ തിരുത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. Then others may have felt, oh, we are safe, this is only against the Waqf. അപ്പൊ മറ്റ് വിഭാഗക്കാർ ചിന്തിച്ചത് ഇത് വഖഫിന്റെ മാത്രം വിഷയമാണല്ലോ, അത് നമ്മളെ ബാധിക്കില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. But what happened last week in Parliament? ഈ കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ എന്താണ് നടന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. Now they have brought an FCRA amendment bill. പുതുതായി ഒരു FCRA
അമെൻമെന്റ് ബില്ല് അവർ പുതുതായി പാസ്സാക്കിയതായി നമ്മൾ കണ്ടു. That is foreign contributions. അത് പുറത്തുനിന്ന് വന്ന ഒരു ആശയമാണ്. And through that amendment they want to blackmail the Christian community. അതിലൂടെ ഈ നാടിനകത്തെ ക്രൈസ്തവരെ പേടിപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. And how are they blackmailing them? അതെങ്ങനെയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? They are saying, you obey us, you go by us, you vote for us. Otherwise, through the FCRA amendment bill, we will stop your license to get funds and we will confiscate your property. നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ, ഞങ്ങളെ പാലിച്ചില്ലെങ്കിൽ, ഞങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഇത്തരത്തിലേക്ക് നിങ്ങളുടെ ഫണ്ടുകൾ നടപ്പിലാവാൻ അല്ലെങ്കിൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. That is the RSS agenda which is being implemented across India by the BJP. ഈ RSSന്റെ നയമാണ് ഈ നാടിനകത്തൊക്കെ ഇന്ത്യക്കകത്താകെ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. And therefore all our strength must be to stop the RSS BJP. RSSനെ തടയുക എന്നുള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കൃത്യമായ അജണ്ട എന്ന് പറയുന്നത്. It is all working people who are affected. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഈ നാടിനകത്ത് അടിസ്ഥാന വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. Look at the Modi government policy. ഈ മോദിയുടെ ഗവൺമെന്റ് പോളിസി നമ്മൾ നോക്കുമ്പോൾ who is it helping? ആരെയാണ് ആ പോളിസികളൊക്കെ തന്നെ സഹായിക്കുന്നത്? Modi ji came to Kerala. മോദിജി കേരളത്തിലെ അടുത്ത് വരികയുണ്ടായല്ലോ. He said BJP is the A team. മോദി പറഞ്ഞത് BJP ആണ് ATM എന്നുള്ള രീതിയിലേക്ക് നമ്മളോട് പറഞ്ഞു. Everybody else is B. See, for Modi, BJP is the A team. We know which is the BJP's A team. മോദിജി പറഞ്ഞത് ഈ നാടിനകത്തെ A ടീം എന്ന് പറയുന്നത് BJP ആണെന്നാണ്. പക്ഷെ മോദിജി പറഞ്ഞ A ടീം ഇതിനകത്ത് മറ്റ് B ടീമും C ടീമും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് മോദിജി അവർ A ടീം എന്നുള്ള രീതിയിലേക്ക് അവരെ പ്രതിപാദിച്ചത്? A for Adani. A എന്ന് പറയുന്നതിൽ 3 Aകളിൽ ഒന്ന് അദാനിയാണ്. A for Ambani. A എന്ന് പറയുന്ന രണ്ടാമത്തെ A അംബാനിയെ പറയുന്നതാണ്. A for America. മൂന്നാമത്തെ A പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കയാണ്. All the country's resources, tax concessions are given to Adani, Ambani, 20 lakh crores. നമ്മുടെ നാടിന്റെ നികുതി പണത്തിന്റെ ഭാഗമായിട്ടുള്ള 20 കോടിയോളം വരുന്ന പണമൊക്കെ തന്നെ ഈ അംബാനിക്കും അദാനിയും പോലെയുള്ള മുതലാളികൾക്ക് നൽകുന്ന രീതിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. Modi is following policies to make the rich richer. മോദി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സമ്പന്നരെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ്. And what about America? അമേരിക്കയെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? My dear sisters and brothers, the most cruel, barbaric war is being fought by America and Israeli Zionists. First against Gaza and Palestine, and now against Iran. നമുക്കറിയാം വളരെ പ്രാകൃതമായ രീതിയിലേക്കുള്ള യുദ്ധമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് പലസ്തീനിലും ഗാസയിലും അത് ആദ്യം തുടങ്ങുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഇറാനിലേക്കും അത് വ്യാപിച്ചിരിക്കുകയാണ്. How many thousands of children, women have been killed and are being killed every day? ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ദിവസേന മരണപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. But what a shame it is that the Prime Minister of India remains totally silent. ഏറ്റവും നാണക്കേട് എന്ന് പറയുന്നത് ഈ നാടിനകത്തെ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും തന്നെ മിണ്ടാതെ നിസ്സംഗനായി കൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. In 1993, Atal Bihari Vajpayee was the Prime Minister. 1993 അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. At that time America attacked Iraq. ആ സമയത്ത് അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഇറാഖിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. At that time Indian Parliament passed unanimously a resolution against America. ആ സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു നയം പ്രഖ്യാപിക്കുകയുണ്ടായി അമേരിക്കയ്ക്കെതിരായി. But today not a single word. പക്ഷെ ഇന്ന് ഒരു വാക്ക് പോലും മിണ്ടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. Modi ji, you know what lock is? Tala.
പൂട്ട് Huh? പൂട്ട് Puta. Puta. You know that? Not Godrej Puta, Modi made Puta. That Puta is there on Modi ji's mouth. And the takol for the Puta, where is it? It is in the cachet of the pocket of Donald Trump. നമുക്കറിയാമല്ലോ പൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. മോദിയുടെ വായിലൊരു പൂട്ടിട്ട പോലെയാണ്. ആ പൂട്ടിന്റെ താക്കോൽ കിടക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കീശയിലുമാണ്. ഒരു വാക്ക് പോലും ഈ വിഷയങ്ങൾക്കകത്തൊന്നും തന്നെ മോദി പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. What is pocket in Malayalam? പോക്കറ്റ് കീശ. Huh? കീശ. Kisha. Donald Trump Kisha. Modi put a takulit Donald Trump Kisha. Not a single word. And the whole world is suffering, but Modi ji's silence. How many Malayalis, how many Keralats are there in West Asia? What is the plight today? How are the families here thinking about that? All women in this country know petrol and diesel prices are going up, gas cylinders are not available. Every Indian household is going to be affected. But Prime Minister of India will not say a single word against America. നമുക്കറിയാം നമ്മുടെ നാടിനകത്തൊക്കെയുള്ള പല ആളുകളും പുറത്തൊക്കെ ഉള്ള ആളുകളാണ്. പുറത്തേക്ക് പോയി ജോലിയൊക്കെ കണ്ടെത്തുന്ന ആളുകളാണ്. നമുക്കറിയാം ഇപ്പം പെട്രോള് ഗ്യാസിൻ്റെയും മറ്റു വിഷയങ്ങളൊക്കെ തന്നെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നാടിനകത്ത് ഈ യുദ്ധം പുറത്ത് നടക്കുമ്പോൾ അത് നമ്മുടെ നാടിനെയും കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാടിനകത്തെ മനുഷ്യർ അവർ ഈ രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വലിയ കഷ്ടതയിലേക്കാണ് പോകുന്നത്. But these are the issues to be discussed in these elections. ഈ ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. But Congress and BJP, they are coming with their Nuna Nirman machines everywhere and spreading lies in Kerala. കോൺഗ്രസും ബി ജെ പിയും ഈ കേരളത്തിൽ വന്നുകൊണ്ട് ഒരു നുണ നിർമ്മാണ മെഷീൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് വന്ന് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. In telling Nuna, there is a competition between Congress and BJP. ആരാണ് ഏറ്റവും നല്ല നുണയൻ എന്നുള്ള മത്സരത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും. Chakkiku ota chankaran. That is the truth. Now you see what Congress is saying. They came in the morning today with a manifesto, 5 guarantees. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു ഈ കോൺഗ്രസ് ഒരു പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി. അതിനകത്ത് കുറച്ച് വാഗ്ദാനങ്ങൾ അവർ പറയുന്നുണ്ട്. I told you, as far as LDF is concerned, whatever we had guaranteed in the last 10 years, we have implemented. എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച എല്ലാ വിഷയങ്ങൾക്കകത്തും ക്രിയാത്മകമായി കൊണ്ട് പ്രവർത്തിക്കാൻ LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. Parayu nada cheyum nade parayu. That is LDF. But what about Congress? പറയുന്നത് ചെയ്യും, ചെയ്യുന്നത് പറയും എന്നുള്ളതാണല്ലോ നമ്മൾ LDFന്റെ നയം. പക്ഷേ കോൺഗ്രസ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? What are the 5 guarantees? ഈ പറഞ്ഞ 5 ഗ്യാരണ്ടികൾ എന്തൊക്കെയാണ്? We will give 3,000 rupees to every woman. ഞങ്ങൾ 3000 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നാണ് അവർ പറയുന്നത്. Are Congress? What is happening in Kerala, in Telangana? The Telangana chief minister was standing next to the captain of the Nuna Nirman machine. പക്ഷേ ഈ കോൺഗ്രസ് നോക്കേണ്ടത് തെലങ്കാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ നുണ നിർമ്മാണ മെഷീനിന്റെ ഏറ്റവും വലിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് നമ്മൾ കാണുകയുണ്ടായി. And what did he say? 3,000 rupees. In Telangana 2 years ago they had promised
After they form government, they will give 2,500 rupees in every Telangana woman's bank account. 2 years have passed. Not a single paisa in a single woman's account. അധികാരത്തിൽ വന്ന സമയത്ത് തെലങ്കാന ഗവൺമെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അവർ പറഞ്ഞത് 2,500 രൂപ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നൽകുമെന്നുള്ളതാണ്. 2 വർഷം കഴിഞ്ഞു. ഈ സമയമായിട്ടും അവർ പറഞ്ഞ ആ ഒരു വിഷയം അവർക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. They promised 12,000 rupees for agricultural workers in Telangana. അവർ പറഞ്ഞത് 12,000. 12,000 രൂപ ഈ പറഞ്ഞ കാർഷിക രംഗത്തേക്ക് നൽകുമെന്ന് അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. പൂജ്യം ഒട്ടപ്പൂജ്യമാണ് അവർ നൽകിയത്. They didn't get anything. Promises are there in Telangana, but not a single of those promises for money to the women, money to the agricultural workers, old age pensions to be increased, they said, from 2,000 to 4,000. 2 years have passed. 54,000 rupees are owed to every single old person. Congress has not given the money. കോൺഗ്രസ് പറഞ്ഞത് ആ സമയത്ത് ആ നാട്ടിനകത്ത് അഗ്രികൾച്ചർ ഈ കാർഷിക രംഗത്തുള്ള അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ പ്രായാധിക്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ പണം നൽകുമെന്നുള്ള രീതിയിലേക്ക് 4,000 രൂപയോളം അടക്കമുള്ള പണം നൽകുമെന്നുള്ള രീതിയിലേക്ക് വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. പക്ഷെ ഒരു ചില്ലി കാശ് പോലും കോൺഗ്രസിന് നൽകാൻ വേണ്ടി സാധിച്ചില്ല തെലങ്കാനയ്ക്കകത്ത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. And what about Karnataka? കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In Karnataka, when BJP government was there, കർണാടകയിൽ BJP ഗവൺമെന്റ് ഉള്ള സമയത്ത് they brought so many laws against the minority community rights. നിരവധിയായിട്ടുള്ള നിയമങ്ങളാണ് ആ നാട്ടിനകത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിക്കൊണ്ട് അവിടെ കൊണ്ടുവന്നത്. The Congress government had promised they would repeal those laws. കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ തന്നെ ഇല്ലാതാക്കും, ഈ നിയമങ്ങൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. But nothing has been done. പക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. That is why you should call United Democratic Front, not United Democratic Front, United Deception Front. United Deception. Deception means? പറഞ്ഞു പറ്റിക്കുക. Parani particular. അതുകൊണ്ട് തന്നെ UDFനെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നല്ല വിളിക്കാൻ കഴിയുക, പകരം യുണൈറ്റഡ് നമ്മൾ പറഞ്ഞ പോലെ ഐക്യ ജനാധിപത്യ പറഞ്ഞു പറ്റിക്കൽ ഫ്രണ്ട് കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് വിളിക്കേണ്ടി വരും. And they come here and talk about fighting corruption. ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഴിമതിക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. Priyanka ji is here today in Kerala. പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിൽ വരികയുണ്ടായി. She is the MP of Wayanad. അവര് വയനാട്ടിൽ നിന്നുള്ള MP ആണല്ലോ. People of Kerala want her to answer. നാടിനകത്തുള്ള ഈ പറഞ്ഞ സാധാരണക്കാരോട് സംവദിക്കേണ്ട ആളാണല്ലോ അവർ. Congress collected how much lakhs and lakhs of money, crores of rupees in the name of Wayanad. ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് പൈസയാണ് കോൺഗ്രസ് സമാഹരിക്കുകയുണ്ടായത്. Where is that account? ആ പണം അതിന്റെ അക്കൗണ്ട് എവിടെയാണ്? Not a single house has been built. ഒരു ഒറ്റ വീട് പോലും അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. Despite the center's strangulation of Kerala financially, we are proud to say that the LDF government has already built 400 houses which are being handed over to the affected families. A new township for the affected families of Wayanad. ഈ നാടിനകത്തെ പണം കട്ടുമുടിക്കുകയാണ് ഈ കോൺഗ്രസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനകത്ത് 400ഓളം വീടുകളുള്ള ഒരു ടൗൺഷിപ്പ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബാധിതരായ ആളുകൾക്ക് നൽകാൻ ഇവിടുത്തെ LDFന് മാത്രമാണ് സാധിച്ചത്. But where is the panam of the Congress? പണം ഈ പറഞ്ഞ കോൺഗ്രസ് സമാഹരിച്ച പണം എവിടേക്കാണ് പോയത്? We asked, people asked, how much fund have you collected? ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര പണം സമാഹരിച്ചു എന്നുള്ളതാണ്. People asked, where are the houses you promised you would build? നിങ്ങൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയാണ് എന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. People asked, where are the documents? Where are the accounts? ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെയാണ് എന്ന് നിരന്തരമായി കൊണ്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. And Congress answered,
കോൺഗ്രസ് അതിനൊക്കെ തന്നെ ഉത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് they gave Shankaradi's answer, Kairega, Kairega. അവര് ശങ്കരാടിയുടെ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ കണ്ട പോലെ ശങ്കരാടിയുടെ കൈ പൊക്കി കാണിക്കുന്ന രീതിയിലേക്ക് രേഖ ചോദിച്ചപ്പോൾ കൈ പൊക്കി കാണിക്കുന്ന സംവിധാനമാണ് കോൺഗ്രസിനുള്ളത്. You know that film Vietnam Colony? നിങ്ങൾക്കറിയാലോ വിയറ്റ്നാം കോളനി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Shankaradi is there. If somebody asks, he will say Rega. This is the Rega. No documents, no accounts, and they are telling us about corruption. രേഖ ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് ശങ്കരാടി കൈ കാണിച്ചു കൊടുത്തുകൊണ്ട് കൈരേഖയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതേ പ്രവൃത്തിയാണ് ഇവിടെ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം ചോദിക്കുന്ന സമയത്ത് കൈ മലർത്തി കാണിക്കുന്ന പരിപാടിയാണ് കോൺഗ്രസിന്റേത്. So there is no program, no alternate program. ഇതിന് ബദലായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഈ വിഷയങ്ങൾക്കകത്തൊരു മാതൃകയാവുന്ന ഒരു പ്രവർത്തനവും അവർക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. And before the elections, the Congress leaders are already fighting amongst themselves. ഇലക്ഷന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ആളുകൾ പരസ്പരം തമ്മിലടിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. On every stage, Gutham Gutha, Gushti Gushti. ഏത് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാലും പരസ്പരം തമ്മിലടിക്കുന്ന കോൺഗ്രസ്സുകാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. Before the hen has hatched the egg, the Congress is fighting about the eggs. നമുക്കറിയാം കോഴി മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ എത്ര മുട്ട ഉണ്ടാവുമെന്ന് എണ്ണുന്നത് പോലെ ഈ കോൺഗ്രസ്സുകാർ പരസ്പരം തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. Pedakodi gives mutta, na? Huh? Before the pedakodi is giving the mutta, the Congress is fighting about the mutta. How much mutta which Congress leader will give? കോഴി മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാലോ, പടക്കോഴി മുട്ടയിടുന്നതിന് മുൻപ് തന്നെ എത്ര മുട്ട കിട്ടുമെന്ന് നമുക്കറിയാലോ, എത്ര സീറ്റ് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ആളുകൾക്ക് ആരൊക്കെ മത്സരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള രീതിയിലേക്കൊക്കെ പരസ്പരം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. It is not the old Congress party. അത് പഴയ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. The party which fought for freedom. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടിയെ നമുക്കറിയാം. Mahatma Gandhi was martyred by the RSS. മഹാത്മാഗാന്ധി അതിന്റെ രക്തസാക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയെ കുറിച്ച് നമുക്കറിയാം. It is not that Congress. അതേ കോൺഗ്രസ് അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. Let this Congress party of 2026, let them answer the people of Kerala. ഈ 2026 കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവര് ഈ നാടിനകത്തെ ആളുകളോട്, who has helped the BJP come to power? ആരാണ് ഈ നാടിനകത്ത് BJP അധികാരത്തിലേറ്റിയത്? Across India 200 Congress MPs and MLAs have joined the BJP. ഈ നാടിനകത്ത് ഇന്ത്യക്കകത്തൊട്ടോളം 200ഓളം വരുന്ന MLAമാർ MPമാർ BJPയിലേക്ക് പോയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. In the last Rajya Sabha elections, ഈ കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷനിൽ 11 Congress MLAs of Orissa, of Bihar, they voted for the BJP. ഒറീസയിലും ബീഹാറിലും ഒക്കെയുള്ള 11ഓളം വരുന്ന കോൺഗ്രസ് MLAമാർ BJPക്ക് വേണ്ടി വോട്ട് നൽകിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. And they gave the gift to the BJP of 2 Rajya Sabha seats. അത്തരത്തിൽ വോട്ട് നൽകിയതിന്റെ ഭാഗമായി കൊണ്ട് BJPക്ക് 2 MPമാരെ അധികം പ്രദാനം ചെയ്യുന്ന, സമ്മാനിക്കുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് മാറിയിട്ടുള്ളത്. The Congress has lost its ideology. കോൺഗ്രസിന് അതിന്റെ ആശയം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. And that is why the Congress is like the frog jumping from Congress to BJP looking for power. അതുകൊണ്ടാണ് കോൺഗ്രസ് തവള ചാടുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. Tabala, that is the political tabala, jumping from Congress to BJP for power. അധികാരത്തിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടുന്ന രാഷ്ട്രീയ തിമിരം പിടിച്ച തവളകളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. There is no ideology of the Congress. കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള ആശയവും അവർക്കില്ല. Their general secretary left the Rajya Sabha seat in Rajasthan and came here to Kerala and gifted that seat to the BJP. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി രാജസ്ഥാനിലെ സീറ്റ് രാജിവെച്ചുകൊണ്ടാണ് കേരളത്തിൽ വന്ന് മത്സരിച്ചത്. You know who it is? നിങ്ങൾക്കറിയാമല്ലോ ആരാണെന്ന്. KC Venugopal. Venugopal. KC Venugopal.
that should be BJP Venugopal, because he gave an extra seat to the BJP in the Rajya Sabha. BJPക്ക് ഒരു സീറ്റ് അധികം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി BJP KC വേണുഗോപാൽ എന്നുള്ള രീതിയിലേക്ക് വേണുഗോപാൽ എന്ന് അറിയപ്പെടേണ്ടി വരും. What happened in Thrissur? തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് 1 lakh Congress votes went down and helped the BJP win. LDF increased its votes by 15,000. 1,00,000 വരുന്ന കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ LDF അതിന്റെ 50,000 വരുന്ന വോട്ടുകൾ കൂട്ടിയതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. What happened in Trivandrum? തിരുവനന്തപുരത്ത് എന്താണ് നടന്നത് എന്ന് നമുക്കറിയാം. 25 seats. The Congress vote went below 1,000 to help the BJP to win. 25 വരുന്ന സീറ്റുകളിൽ 1000-ലധികം വോട്ടുകൾ അവിടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കോൺഗ്രസിന് നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. These are the deals. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. This is the road. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാത എന്ന് പറയുന്നത്. This is the path. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴി. Which the Congress is helping the BJP. കോൺഗ്രസ് BJPയെ സഹായം ചെയ്തുകൊണ്ട് സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഈ വഴിയെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. The LDF presents the alternative. LDF മാത്രമാണ് ഈ നാടിനകത്ത് ഒരു ബദലായി മാറിക്കൊണ്ടിരിക്കുന്നത്. We are uncompromising in our fight against any form of communalism or fundamentalism. ഒരു തരത്തിലും വർഗീയതയോട് സമരസപ്പെടാത്ത ഒരു ശക്തിയായിക്കൊണ്ടാണ് ഈ നാടിനകത്തെ ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നത്. We are against the mixing of religion and politics. നമ്മുടെ നാടിനകത്ത് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുന്ന സംവിധാനത്തിന് നമ്മൾ എതിരാണ്. We defend the right of every citizen to worship to their choice. ഓരോ ആളുകൾക്കും ഏതൊരു മനുഷ്യനും അവൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ അടിയുറച്ച് വിശ്വാസങ്ങൾക്കകത്ത് നിൽക്കുവാനും ഇഷ്ടമുള്ള രീതിയിലേക്ക് ആരാധനകൾ നടത്തുവാനുമുള്ള വലിയ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. We have to stop the bulldozer of the BJP RSS. ഈ BJPയുടെയും RSSനെയും ബുൾഡോസർ നയങ്ങൾ നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. The Congress is not able to stop it. കോൺഗ്രസിന് BJPയെയും RSSനെയും തിരുത്താൻ വേണ്ടി സാധിക്കില്ല. A party whose ideology is weakened can never stop it. ആശയമേ നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് BJPയോട് എതിർക്കാൻ വേണ്ടി സാധിക്കുക? 1 or 2 leaders' speeches do not make any difference. 1-2 ആളുകളുടെ പ്രസംഗം കൊണ്ട് മാത്രം ഈ മാറ്റങ്ങൾ നമുക്ക് നാടിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. What is happening to that party itself? ആ പാർട്ടിക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെ കുറിച്ചാണ് സഖാവ് സൂചിപ്പിച്ചത്. They cannot stop them jumping to the BJP. BJPയിലേക്കുള്ള ഈ കൂടുമാറ്റം അതിനില്ലാണ്ടാക്കാൻ വേണ്ടി പോലും അവർക്ക് സാധിക്കുന്നില്ല. Whatever speeches they make in parliament or on public stages, പാർലമെന്റിലായിക്കോട്ടെ പൊതു സ്റ്റേജുകളിലോ ആയിക്കോട്ടെ ഗ്യാതറിംഗ്സിലായിക്കോട്ടെ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. The reality is, in state after state after state, the Congress is helping the BJP to gain power. In Madhya Pradesh, they help the BJP by defecting. In Goa, they help the BJP by defecting. In Chhattisgarh, they help the BJP. In every state where BJP is ruling, Arunachal Pradesh, the whole Congress joined the BJP. That happens if a party loses its ideology, and that is what has happened to the Congress. ആശയം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കോൺഗ്രസിൽ കാണാൻ വേണ്ടി സാധിക്കും. മധ്യപ്രദേശിലും അരുണാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലും ഗോവയിലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം തന്നെ BJPയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലേക്ക് ആശയം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിക്കൊണ്ട് കോൺഗ്രസ് മാറുകയാണ്. And therefore we say to all these leaders, BJP, Congress, all the leaders who are coming to try and weaken and destroy the alternative model of Kerala. Pomone Dinesha, Pomone Dinesha. People of Kerala will stand by LDF. People of Kerala, and especially all those in Kerala who understand the importance of the Kerala's independent model of people-centered development, of peace, of harmony, of security. Vote LDF, vote our dear candidate from this constituency, T. Mohammed Samir. Ensure his victory. Let him go to the assembly to represent the important issues of this constituency. I thank you very much. Inqilab Zindabad, LDF Zindabad, and thank you very much.
അതുകൊണ്ട് തന്നെ ഈ നാടിനകത്ത് ഐക്യത്തെ തകർക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് പോ മോനെ ദിനേശ എന്ന് മാത്രമാണ്. ഈ നാടിനകത്ത് വലിയ മാറ്റം, മതേതരമായിട്ടുള്ള മാറ്റം, മതേതരത്തെ സംരക്ഷിക്കേണ്ടതിന്റെ സാധ്യതകൾ ഇടതുപക്ഷത്തിന് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മത്സരിക്കുന്ന ടി മുഹമ്മദ് സമീർ സഖാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി വോട്ട് നൽകിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.